നമസ്കാരം. വി ഡി സതീശന്റെ ഈ അടുത്ത കാലത്തെ RSSുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വവിഖ്യാത ഡയലോഗ് അടിച്ചിരുന്നു. സതീശൻ ചില സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ഇതുപോലുള്ള പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് അങ്ങ് പോവും. പക്ഷേ ആ ഡയലോഗ് സതീശൻ മറന്നാലും നാട്ടുകാർ മറക്കില്ല. എന്താണെന്നല്ലേ? ദേ ഈ ഡയലോഗ് ഒന്ന് കേട്ടെ. കേരളത്തിലെ RSSന്റെ ഏജന്റ് ആരാണ് എന്ന് സതീശൻ ചോദിച്ച പ്രസക്തമായ ചോദ്യം. ചോദിച്ച സന്ദർഭം എന്ന് പറഞ്ഞാൽ SFI പിള്ളേർ സതീശൻ RSS ശാഖയിൽ പോയി RSSകാരുടെ ഭാരതാംബയോടൊപ്പം തന്നെ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ തിരികൊളുത്തി താണു വണങ്ങി നിന്ന സന്ദർഭത്തെക്കുറിച്ച് പിള്ളേർ ഫോട്ടോ ഉയർത്തിക്കാട്ടിയപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സതീശൻ അടിച്ച വാചകമാണ്. ഓർത്തെടുത്തെ. നേതൃത്വം കൊടുത്ത ആളല്ലേ പിണറായി വിജയൻ? ആരാ RSSന്റെ ഏജന്റ്? ആരാ RSSന്റെ ഏജന്റ്? ഈ നമ്മുടെ നാഗ്പൂരിലെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായി പോയത് ആരാ? ഏത് RSSന്റെ ഏജന്റാ അവിടെ പോയത്? ആരാ പോയത്? കേട്ടല്ലോ. നാഗ്പൂരിലുള്ള RSS ഏജന്റ് ആരാണ്? അയാളെ അവിടെ പോയി കണ്ടത് ആരാണ്? എങ്ങനെ? മുഖ്യമന്ത്രിയും PWD മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് റിയാസും ദേശീയപാത തകർന്ന സന്ദർഭത്തിൽ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ സന്ദർഭത്തിലാണ് സതീശന്റെ ഈ പ്രസക്തമായ വാചകം. സതീശന്റെ ആ പ്രസക്തമായ വാചകം എന്ന് പറഞ്ഞാൽ ഈ കാണാൻ പോയത് RSS ഏജന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. നാഗ്പൂരിലുള്ള RSS ഏജന്റ് ആണ് നിതിൻ ഗഡ്കരി എന്നുള്ള നിലയ്ക്കാണ്. കേന്ദ്രമന്ത്രിയല്ല, അതൊരു RSS കൂടിക്കാഴ്ച. ശരി, ഇനി നമുക്ക് സതീശന്റെ ഈ ഡയലോഗും ഒരു കൂടിക്കാഴ്ചയുടെ ദൃശ്യവും വെച്ചിട്ട് ഒരു പുതിയ ഏജന്റിനെ അങ്ങ് കാണിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ ഏജന്റ് ആരാണെന്ന് കാണുമ്പോൾ സതീശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഏജന്റ് പോയത് എന്തിനാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ സതീശന്റെ ഓഡിയോയും ആ ഏജന്റിന്റെ സന്ദർശനവും. നേതൃത്വം കൊടുത്ത ആളല്ലേ പിണറായി വിജയൻ? ആരാ RSSന്റെ ഏജന്റ്? ആരാ RSSന്റെ ഏജന്റ്? ഈ നമ്മുടെ നാഗ്പൂരിലെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രി നിതിൻ ഗഡ്കരിക്ക് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമായി പോയത് ആരാ? ഏത് RSSന്റെ ഏജന്റാ അവിടെ പോയത്? ആരാ പോയത്? കേട്ടോ, നാഗ്പൂരിലെ RSSകാരനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കണ്ടോ? അതും ഒരു ഡ്രസ്സിലല്ല, 2 ഡ്രസ്സിലൊക്കെ ഒരേ ദിവസം 2 തവണ കൂടിക്കാഴ്ച. എന്നിട്ട് ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്താണ് CPMനെതിരെ അവിടെ നടത്തിത്തരാനുള്ള പ്രോജക്റ്റുകൾ എന്നതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി RSS ഏജന്റിന്റെ അടുത്ത് ആരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്? സ്വന്തം അടിമയായിട്ടുള്ള ഷാഫിയെ പറഞ്ഞ് സതീശൻ വിട്ടിരിക്കുകയാണ്. കാര്യം നാഗ്പൂരിലുള്ള നിതിൻ ഗഡ്കരി RSSന്റെ ഏജന്റ് ആണെന്ന് പറഞ്ഞതാരാണ്? അത് VD സതീശനാണ്. VD സതീശൻ അന്ന് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയെ, എങ്ങനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള കൂടിക്കാഴ്ചയെ അത് RSSുമായിട്ടുള്ള ഒത്തുതീർപ്പാണെന്ന് പറയുകയാണെങ്കിൽ ഇതെന്തിനായിരിക്കും? എന്താണ്, ഷാഫി ഇവിടുത്തെ മുഖ്യമന്ത്രി വല്ലതാണോ? MP ആണെന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. ഒരു MP ചെന്ന് വീഡിയോ ഒക്കെ കാണിക്കുന്നു, അത് വലിയ വിശദീകരിച്ചൊക്കെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടിട്ടുണ്ട്. തൽക്കാലം അതൊന്നും ഇവിടെ വിശ്വസിക്കാൻ സൗകര്യമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോ നീക്കുപോക്കുകൾ ഉണ്ടാകണം. അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ സതീശന്റെ ശാഖബന്ധം പോലെ തന്നെ പാലക്കാട് ശാഖകൾ കയറി ഇറങ്ങി തെരഞ്ഞെടുപ്പ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന അടിമയെ പറഞ്ഞുവിട്ട് പലതരത്തിലുള്ള നീക്കുപോക്കുകൾ ഉണ്ടായി എന്ന് ഈ സന്ദർഭത്തിൽ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇന്നലകളിൽ ഇത് RSS ഏജന്റ് ആണെന്ന് സതീശൻ ഉറപ്പിച്ചു പറയുമ്പോൾ എന്തിനാണ് RSS ഏജന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് ഈ സമൂഹത്തിനോട് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോ സതീശൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ എന്തൊക്കെ സഹായിക്കണം, എവിടെയൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞു വീഴണം, ഇതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടി കൊടുത്തുകൊണ്ട് നിർദ്ദേശം കൊടുത്തതാണോ എന്ന് ഈ നാടിന് സംശയമുണ്ട്. കാര്യം സതീശന്റെ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ആ നിലയ്ക്ക് തന്നെയായിരുന്നു. അപ്പോ ഇവിടെയും വിശദീകരിച്ച് നാട്ടുകാർ അറിയട്ടെ. ഇന്നലകളിൽ പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ആ ഓർത്തതിന് ശേഷം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്താണ് ഈ നാട് അനുമാനിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. സതീശന്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഈ കൂടിക്കാഴ്ച ഒരു MP ഇത്രയും അടുത്തൊക്കെ ചെന്നിരുന്ന് കെട്ടിപ്പിടിച്ചില്ലെന്നേ ഉള്ളൂ, അത്ര ചേർത്തിരുത്തിയിരിക്കുകയാണ്. എന്തൊരു സ്നേഹം! RSSകാരടുത്തൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ബാക്കി ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ വിനയാന്വിതനായി രാവിലെയും വൈകുന്നേരവും ഇൻസ്ട്രക്ട് ചെയ്ത് ചെയ്യാതെയൊക്കെ പോയി കയറാൻ പറ്റുന്ന ഇടങ്ങൾ, അത്ര സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റൊരു MP കിട്ടാതെ സതീശന്റെ ഈ ഗോൾവാൾക്കർ ചിത്രത്തിൽ തിരികൊളുത്തിയതിന്റെ ബന്ധം അങ്ങ് നാഗ്പൂരിലെ RSS ഏജന്റിന്റെ അടുത്ത് ഷാഫി പറമ്പിൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ നാട് മനസ്സിലാക്കാൻ? അത് സതീശൻ പറഞ്ഞെടുത്ത് തന്നെ നമ്മൾ നിർത്തുകയാണ്. അത് RSS ഏജന്റിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചില ചർച്ചകൾ നടന്നിട്ടുണ്ട്, ചില നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാഗ്പൂർ വഴി
കേരളത്തിൽ ചില ഓപ്പറേഷനുകൾ നടത്തണമെന്നുള്ള നിർദ്ദേശം സതീശൻ RSS ഏജന്റ് ആയിട്ടുള്ള നിതിൻ ഗഡ്കരിയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് ഈ നാട് ഉറപ്പിച്ച് സംശയിക്കുന്നു എന്ന് പറയുകയാണ്.